നമസ്കാരം. ചരിത്രത്തിൽ ഇന്ന് എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നവംബർ 22 ഈ നവംബർ 22 ചരിത്രത്തിലെ സുപ്രധാനമായ സംഭവ വികാസങ്ങൾ എന്തെല്ലാം നമ്മുടെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു, അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മളിപ്പോൾ അനാവരണം ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യമായി നോക്കിക്കഴിഞ്ഞാൽ 1943 നടന്ന ഒരു സംഭവമാണ്. 1943 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് രണ്ടാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1942 USA അതേപോലെ തന്നെ സോവിയറ്റ് യൂണിയനും എല്ലാം രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ യുദ്ധം ഏകപക്ഷീയമായിട്ട് മാറാൻ തുടങ്ങി. അതായത് സഖ്യകക്ഷികൾക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിക്കുവാൻ തുടങ്ങി. അതോടുകൂടി ഈ യുദ്ധം അവസാനിച്ചു കഴിയുമ്പോൾ ഇനിയുള്ള ലോകം എപ്രകാരമായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയൊക്കെ ഈ കാലയളവിലാണ് തുടങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ട് അന്നത്തെ പ്രബലമായ ചില രാഷ്ട്രങ്ങളുണ്ട്. അന്നത്തെ പ്രബലമായ രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് അമേരിക്കയുണ്ട്, അതേപോലെ തന്നെ ചൈന, ചിയാങ് കൈഷക്കിന്റെ ചൈനയുണ്ട്, അതുപോലെ വിൻസ്റ്റൺ ചർച്ചിലിന്റെ ബ്രിട്ടീഷ് ഗവൺമെന്റും ഉണ്ട്. ഡി റൂസ്വെൽറ്റ് അഥവാ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് അമേരിക്കയിലുള്ളത്. അന്ന് പക്ഷേ നമ്മുടെ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം ജർമ്മനിയാൽ പരാജയപ്പെട്ടിരിക്കുന്നു. അതേപോലെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് പക്ക കമ്മ്യൂണിസമാണ്. അതുകൊണ്ട് ഈ സോവിയറ്റ് യൂണിയനെയും അതേപോലെ തന്നെ ഫ്രാൻസിനെയും ഒഴിവാക്കിക്കൊണ്ട് സഖ്യകക്ഷികളിലെ പ്രബലരായ ഈ 3 കക്ഷികളും കൂടിച്ചേർന്നുകൊണ്ട് ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ ഒരു മീറ്റിംഗ് കൂടുകയാണ്. ഈ മീറ്റിംഗ് സംഭവിച്ചത് നവംബർ 22 നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുന്നതിന് വേണ്ടുന്ന പ്രാരംഭ ചർച്ചകളിലൊക്കെ ആരംഭിച്ചതും തുടക്കം കുറിച്ചതും ഒക്കെ ഈ മീറ്റിംഗിലും കൂടിയാണ്. ഇനി മറ്റൊരു നവംബർ 20 ഉണ്ട്. അത് 20 വർഷങ്ങൾക്ക് ശേഷം 1963 സംഭവിച്ചത്. ലോകത്തെ നടുക്കിയ ഒരു ദാരുണമായ സംഭവമായിരുന്നു അത്. അമേരിക്കയിലെ ടെക്സാസ് എന്ന സംസ്ഥാനത്ത് ഡള്ളാസ് എന്ന സ്ഥലത്ത് വെച്ചിട്ട് അമേരിക്കയുടെ പ്രസിഡന്റായ ജോൺ എഫ് കെന്നഡി വെടിയേറ്റ് മരണപ്പെടുകയാണ് ഉണ്ടായത്. ജോൺ എഫ് കെന്നഡി വെടിയേറ്റ് മരണപ്പെട്ടു. ആ ജോൺ എഫ് കെന്നഡിയുടെ ആ കൊലപാതകം നടന്ന ദിവസവും നവംബർ 22 അമേരിക്കയിൽ വെടിയേറ്റ് മരണപ്പെടുന്ന അല്ലെങ്കിൽ അസാസിനേറ്റ് ചെയ്യപ്പെടുന്ന 4ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ജോൺ എഫ് കെന്നഡി. ഇനി നമ്മൾ അടുത്ത ഒരു ദിവസത്തെ കൂടി നമുക്കൊന്ന് നോക്കാം. അതായത് 1972 ഒരു നവംബർ 22 അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു തർക്കം പരിഹരിക്കപ്പെടുകയാണ് ഉണ്ടായത്. ആ തർക്ക പരിഹാരത്തെ തുടർന്ന് ചൈനയുടെ മേൽ കഴിഞ്ഞ 22 വർഷമായിട്ട്, അതായത് 1950 മുതൽ ഏർപ്പെടുത്തി വെച്ചിരുന്ന ഒരു യാത്രാ വിലക്ക്, അതായത് അമേരിക്കയുടെ ബന്ധുവായ ചിയാങ് കൈഷക്കിനെ ചൈനീസ് തായ്പേയിലേക്ക് ആട്ടിപ്പായിച്ചുകൊണ്ട് 1949 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്ഥാപിതമായത് മുതൽ ആ ചൈനയുമായിട്ട് ഈ പറയുന്ന അമേരിക്ക യാതൊരുവിധ ബന്ധവും പുലർത്തിയിരുന്നില്ല. ആ ചൈനയുമായിട്ട് യാതൊരു തരത്തിലുള്ള ധാരണകളും എടുത്തിരുന്നില്ല. ചൈനയെ ഒറ്റപ്പെടുത്തിയിരിക്കുകയായിരുന്നു. ആ ചൈനയുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയായിട്ട് 22 വർഷങ്ങളായിട്ട് ചൈനയുടെ മേൽ ഏർപ്പെടുത്തിയിരുന്ന ആ ഒരു യാത്രാ വിലക്ക് അല്ലെങ്കിൽ യാത്രാ ഉപരോധം അവസാനിപ്പിച്ച ദിവസവും കൂടിയാണ് നവംബർ 22. ചരിത്രത്തിലെ നവംബർ 22 കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.